അനന്തു അജിയുടെ ദാരുണമായിട്ടുള്ള ആത്മഹത്യ. യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല, RSSൻ്റെ അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കൊടിയ ലൈംഗിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് RSSൻ്റെ സംസ്ഥാന നേതൃത്വമോ RSSൻ്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. DYFI ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ, ഈ കൊലപാതകം, ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം ഒന്ന് വിശദീകരിക്കാൻ RSSൻ്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് RSSൻ്റെ ശാഖ വഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങേയറ്റത്തെ ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ്. ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ. നാളെ കേരളത്തിൽ 200 കേന്ദ്രങ്ങളിൽ RSSൻ്റെ ഈ കൊടിയ പീഡനത്തിനെതിരായിട്ട് RSSൻ്റെ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി DYFI തീരുമാനിച്ചിട്ടുണ്ട്.